എത്ര പ്രാവശ്യം കയറി? അപ്പം നമ്മുടെ സഖാക്കൾ ഇങ്ങനെ ഉത്തരം കൊടുക്കും. ചിലർ പറയും 10 പ്രാവശ്യം കയറി, 11 പ്രാവശ്യം കയറി, 12 പ്രാവശ്യം കയറി. അങ്ങനെ പല ഉത്തരങ്ങൾ ഈ സഖാക്കൾ കൊടുത്തു കഴിഞ്ഞാൽ മേൽക്കമ്മിറ്റി സഖാവിൻ്റെ ഒരു മറുപടി ഉണ്ട്. 10 പ്രാവശ്യം 15 പ്രാവശ്യം എന്നൊക്കെ ആവേശത്തോടുകൂടിയിരിക്കും നമ്മുടെ സഖാക്കൾ പറയും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് മേൽക്കമ്മിറ്റിൻ്റെ സഖാവ് പറയും പോരാ. അപ്പോൾ ഇത്ര ആവേശത്തിൽ വീട്ടിൽ കയറി ഇറങ്ങിയ നമ്മുടെ സഖാക്കൾക്ക് ഒരു മാനസിക പ്രയാസം. എന്താ പ്രയാസം? ഞങ്ങൾ ഇത്രയൊക്കെ കയറിയിട്ടും ഈ സഖാവ് പോരാന്നല്ലേ പറഞ്ഞത്. അപ്പം നമ്മൾ പറയുന്നൊരു മറുപടി ഉണ്ട്. എന്താണ് ആ മറുപടി? സഖാവേ, നമ്മളൊരു 10-15 പ്രാവശ്യം വീട് കയറി, മറ്റവർ കയറിയിട്ടേ ഇല്ല. ഒരു 3-4 തവണ അവിടെ ഇവിടെയൊക്കെ കയറിയിട്ടുണ്ടാവും എന്നാ പറയാം. പക്ഷെ അങ്ങനെ പറയുന്ന സഖാക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർക്ക് വേണ്ടി ഒരു സ്ക്വാഡ് വീട് കയറുന്നുണ്ട്. ആ സ്ക്വാഡിൻ്റെ പ്രത്യേകത എന്താ അറിയോ? നമ്മൾ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളും രാഷ്ട്രീയം പറയാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് വീടുകളിൽ കയറുക, ഇല്ലേ? പക്ഷെ ഞാൻ ഈ പറയുന്ന അവർക്ക് വേണ്ടി കയറുന്ന സ്ക്വാഡിൻ്റെ പ്രത്യേകത എന്താ? അവർ കൊല്ലത്തിലെ എല്ലാ ദിവസവും വീട്ടിൽ കയറും. ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ പോയി സ്ക്വാഡ് പ്രവർത്തനം നടത്തുകയാണെങ്കിൽ നമ്മളോട് പാർട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ഒരു വീട്ടിൽ 10 മിനിറ്റ് 15 മിനിറ്റിൽ അപ്പുറത്തേക്ക് സംസാരിക്കരുത്. എന്താ കാരണം? നമ്മൾ ചിലപ്പോൾ സൗകര്യത്തിന് വേണ്ടി വീടിൻ്റെ പിൻവശത്തൂടെ അടുക്കളുടെ ഭാഗത്തൂടെ ഒക്കെ ആയിരിക്കും പോവുക. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 4 ദിവസം മുമ്പ് ഒരു വീട്ടിൽ പോയി ഒരു തന്നെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 11 മണിക്ക് വീട്ടിലേക്ക് കയറുമ്പോൾ നല്ല മീൻ പൊരിച്ചതിൻ്റെ ഗന്ധം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ പാത്തുമത്താത്തനോട് വോട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് 10ാമത്തെ മിനിറ്റിൽ നിർത്തി. എന്താ കാരണം അറിയോ? 15ാമത്തെ മിനിറ്റിലേക്ക് കടന്നാൽ ചട്ടിയിലുള്ള മത്തി കരിയും, നമ്മുടെ വോട്ടും പോവും. അതാണ് പ്രശ്നം. അതുകൊണ്ട് 15 മിനിറ്റിലധികം ഒന്നും ഈ സ്ക്വാഡ് പ്രവർത്തനം നടത്തരുത് എന്നാ പറയാ. പക്ഷെ ഞാൻ ഈ പറയുന്ന അവർക്ക് വേണ്ടി വീട് കയറുന്ന ഒരു സ്ക്വാഡ് ഉണ്ടല്ലോ, ആ സ്ക്വാഡിന്റെ പ്രത്യേകത എന്താ? അവർ രാവിലെ വീട്ടിൽ കയറിയാൽ ഇറങ്ങുന്ന പ്രശ്നേ ഇല്ല. അവർക്ക് അവധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ അടുത്ത ഓണത്തിനൊരു അവധി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വിഷുവിനുണ്ടായിരുന്നു, ചെറിയ പെരുന്നാക്കും വലിയ പെരുന്നാക്കും ഉണ്ടായിരുന്നു, ക്രിസ്മസിനുണ്ടായിരുന്നു, അതുപോലെ തന്നെ പൂജാ ഹോളിഡേയ്സിനുണ്ടായിരുന്നു, ആഗസ്റ്റ് 15-നുണ്ടായിരുന്നു, ജനുവരി 26-നുണ്ടായിരുന്നു. ഏകദേശ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് ആ സ്ക്വാഡ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ സ്ക്വാഡിന്റെ പേരാണ് മലയാള മനോരമ, മാതൃഭൂമി, മാധ്യമം, വീക്ഷണം, ചന്ദ്രിക, മംഗളം, ഇല്ലേ? സകല മാധ്യമങ്ങളും നമുക്കെതിരാണ്. അവർ നമ്മളെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് കൊല്ലത്തിൽ 4-5 ദിവസത്തെ അവധിയെങ്കിലും ഉണ്ട്. ഈ അവധി പോലും ഇല്ലാത്ത മറ്റൊരു കൂട്ടരുണ്ട്. ആ സ്ക്വാഡിന്റെ പ്രത്യേകത എന്താ? നമ്മൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഏത് പാതിരാത്രിയിലും അവർ ചറവറാന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ഈ പറയുന്ന ലക്ഷണം വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ സ്ക്വാഡ് ഏതാണ്. റിപ്പോർട്ടർ ചാനല്, 24, ന്യൂസ് 18, മാതൃഭൂമി, മനോരമ, മീഡിയ 1, അതുപോലെ തന്നെ ജനം TV, എണ്ണിയാൽ ഒതുങ്ങാത്ത ചാനലുകൾ, വിരലിൽ എണ്ണി തീർക്കാൻ കഴിയാത്ത മാധ്യമങ്ങൾ നിരന്തരമായി നമ്മളെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? നിരന്തരമായി നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേതാക്കന്മാരെ കള്ളന്മാരെന്ന് വിളിക്കുകയാണ്. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാര്യയെ കുറിച്ച് എന്താ ഇവർ പറഞ്ഞത്? കമല ഇന്റർനാഷണൽ. അങ്ങ് തായ്ലൻഡിൽ കമല ഇന്റർനാഷണലിന് വലിയ ബിസിനസ് ഉണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്, പല സ്ഥലത്തും കമല ഇന്റർനാഷണൽ എന്ന പേരിൽ പിണറായിയുടെ ഭാര്യയുടെ പേരിൽ കോടിക്കണക്കിന് സമ്പത്തുണ്ട്. ഈ നാട്ടിൽ കള്ളപ്രചരണം നടത്തിയില്ലേ ഈ മാധ്യമങ്ങൾ? എല്ലാം തെറ്റാണെന്ന് സത്യം ഈ രാജ്യത്ത് തിരിച്ചറിഞ്ഞില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. കൊല്ലത്തുള്ള ഒരു വലിയ കോടീശന്റെ, ഒരു പ്രവാസിയുടെ കൊട്ടാരം പോലത്തെ വീട് കാണിച്ചിട്ട് ഇത് പിണറായി വിജയന്റെ വീടാണെന്ന് ഒരു നാണവും മാനവും ഇല്ലാതെ ഈ മാധ്യമങ്ങള് നാടാകെ പ്രചരിപ്പിച്ചില്ലേ? അതിന്റെ സത്യം തിരിച്ചറിഞ്ഞപ്പോ അത് തിരുത്താൻ ഇവർ തയ്യാറായോ? ഇല്ല. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇവിടെ നീതിന്യായ വ്യവസ്ഥയുണ്ട്. ആ കോടതിയിൽ പരാതി കൊടുത്തപ്പോ കോടതി ആ പരാതി ഓമനക്കുട്ടനെ മറക്കാൻ കഴിയോ? ഇതുപോലെ ഒരു പ്രളയകാലത്ത് കുന്നിൻപുറത്തുള്ള ആശ്വാസ കേന്ദ്രത്തിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരികയാണ്. ഒരു ഓട്ടോറിക്ഷയിൽ താഴെന്ന് വിളിച്ചു വരികയാണ്. ഓട്ടോറിക്ഷയിൽ അവളെ മുകളിലെത്തിയപ്പോ ഓട്ടോറിക്ഷയുടെ കൂലി കൊടുക്കാൻ 70 രൂപ പോരാകുന്നുണ്ട്. പരിചയമുള്ള അമ്മച്ചിമാരോടും ഉമ്മച്ചിമാരോടും ഒക്കെ ചോദിച്ചു വല്ലതും ഉണ്ടോ? അവര് മടിക്കുത്തയച്ചു, അവര് കോന്തലക്കെട്ടയച്ചു. എന്നിട്ട് 5ഉം 10ഉം എണ്ണി കൊടുക്കുന്നത് ഒരു ദുഷ്ടൻ ക്യാമറയിൽ പകർത്തി. പിറ്റേ ദിവസം മുതൽ പത്രത്തില് നമ്മൾ വായിക്കുന്ന വാർത്ത എന്താണ്?
ഓമനക്കുട്ടൻ കൈക്കൂലി വാങ്ങുന്നു ദുരിതാശ്വാസ ക്യാമ്പിൽ. ആ ഓമനക്കുട്ടൻ ഒരു മകളുണ്ടായിരുന്നു, MBBS പഠിക്കുന്നത്. അവള് റോഡിലൂടെ നടന്നു പോകുമ്പോ ഈ ദുഷ്ടന്മാര് പ്രചരിപ്പിച്ചത് എന്താണെന്നറിയോ? ഈ ദുഷ്ടന്മാര് പ്രചരിപ്പിച്ചത് കള്ളന്റെ മകൾ. ഓമനക്കുട്ടനും മകളും കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ല. അത്രയും ഞാൻ അതിനെ കുറിച്ച് പറയുന്നു, ഇല്ലേ?